നമുക്കിന്ന് ദുബായ് പള്ളിയിലെ പാതിര കുർബാനയ്ക്ക് വരെ പോയാലോ. നാട്ടിലെ പോലെ രാവിലെ 2 മണിക്കൊന്നും അല്ല കേട്ടോ ഇവിടെ പാതിര കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ക്രിസ്മസിൻ്റെ തലേന്ന് 24-ാം തീയതി ഈവനിങ് 6 മണി തൊട്ടാണ് നമുക്ക് ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 10 മണി ആവുന്നതായപ്പോഴാണ് കേട്ടോ കുർബാനയൊക്കെ തീർന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഓർത്തഡോക്സുകാർക്ക് എല്ലാ ആരാധനയും കുറച്ചധികം സമയക്കൂടുതലാണ് മറ്റുള്ള സഭകളെ അപേക്ഷിച്ചിട്ട്. അപ്പം നമ്മൾ നേരത്തെ തന്നെ പള്ളിയിലെത്തി കേട്ടോ. പള്ളി മുഴുവനായിട്ടൊരു ക്രിസ്മസ് വൈബിൽ ട്രീയും ഡെക്കറേഷനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഓശാനയ്ക്ക് കൊണ്ടുപോയ കുരുത്തോല ഞാൻ എടുക്കാൻ മറന്നില്ല കേട്ടോ. കാരണം നമ്മൾ തീജ്വല ശുശ്രൂഷയ്ക്ക് അത് ഇടണമല്ലോ. അങ്ങനെ തീജ്വാല ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പള്ളിയുടെ ഉള്ളിലേക്ക് ചെന്നു. സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത്രയധികം ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളത്. കാരണം പള്ളി നിറച്ച് പള്ളിയുടെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ദുബായിലുള്ള എല്ലാവരും തന്നെ ഇന്ന് പള്ളിയിൽ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം അത്രയധികം ആൾക്കാരായിരുന്നുണ്ടത്. അങ്ങനെ ആരാധനയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് കേക്ക് എല്ലാം കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂൾ കുട്ടികളാണെന്ന് തോന്നി ഇവരെല്ലാം ചേർന്ന് അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. പാട്ട് പാടുന്നതിന് ഇടയ്ക്കൂടെ അതിബഹളമായി സൗണ്ടായിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാരും അതിൻ്റെ കൂടെ നമ്മുടെ ക്രിസ്മസ് പാപ്പയൊക്കെ ചേർന്നിട്ട് കരോളൊക്കെ പോലെ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടുകയാണ്. സത്യം പറഞ്ഞാൽ നാട്ടിലെ കരോൾ നല്ല രീതിയിൽ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആ കുറവങ്ങ് മാറിക്കിട്ടി.